ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് അടിപൊളിയായ തട്ടുകടയിൽ വെട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ നല്ലപോലെ അടിപൊളിയായ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേപോലെ തന്നെ ടേസ്റ്റും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിനാവശ്യമായ 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 കപ്പ് മൈദയും 1 ടീസ്പൂണും റവയും ആണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഉപ്പും ഏലക്കപ്പൊടിയും റവയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയിൽ 1/2 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നെയ്യാണ് വേണ്ടത്. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂണോളം ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചത് നമുക്ക് മൈദയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ചപ്പാത്തി പരുവത്തിൽ ഇതേപോലെ ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. 2 മണിക്കൂർ ഇത് അടച്ചു വെച്ച് റെസ്റ്റ് വെക്കണേ. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാവ് വെളിയിലെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കുഴച്ച് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നീളത്തിലൊന്ന് മാവാക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ കഷ്ണത്തിലും 4 വര വരച്ചു കൊടുക്കണം. 2 ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 4 വരെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ അമർത്തി പ്രസ് ചെയ്ത് വരച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഷേപ്പ് കിട്ടുള്ളൂ. അതിനുശേഷം പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ ബോയിലായതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലപോലെ ആകൃതി അതിൻ്റെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കടകളിൽ കിട്ടുന്ന വെട്ട് കേക്ക് ഇതാണ് സംഭവം. അപ്പോൾ ടേസ്റ്റിയായ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.